ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നത് തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാള് അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാള് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. അപ്പൊ അദ്ദേഹമാണ് ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ നല്ല നിലക്ക് നൽകുകയും സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. BJP സർക്കാരിന്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നത്. വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻസർഷിപ്പ് ആ രീതിയിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും ഏകാധിപത്യപരമായ കാര്യമാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. മയക്കുമരുന്നിന്റെ ഭാഗമായി നടപടികൾ വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരാൻ പാടില്ല. ആ നടപടികൾ നിയമപരമായിട്ട് നടക്കണമല്ലോ. നിയമപരമായിട്ട് നടപടികൾ തുടരുന്നതിന് തടസ്സമുണ്ടാക്കരുതല്ലോ. അപ്പൊ ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉൾപ്പൊരുളില് യോജിക്കുന്നതാണത്.